ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കീഴിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അസൂസിൻ്റെ ടഫ് എന്ന് പറയുന്നൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അസൂസിൻ്റെ ടഫ് എന്ന് പറയും. ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ടഫ് F15 എന്നൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. i7 ആണ്. i7 12th ജനറേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 512 GB NVMe ആണ്. NVMe എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അത് ഒരു ചിപ്പാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്പ്യൂട്ടറൊക്കെ മേടിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, 40 GB റാം, 40 GB. അത് ഒന്നുമില്ല, 128 GB അല്ലെങ്കിൽ 256 GB മൊബൈൽ വരുമ്പോഴത്തേന് 40 GB മെമ്മറിയിൽ നമ്മൾ പണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പം മാറി HDD പിന്നെയും ചെറുതായി വന്ന് ലാപ്ടോപ്പ് വന്നപ്പം തിക്നെസ് കുറഞ്ഞ HDD വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു മാക്സിമം 512 ആയിരുന്നു അന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് 1 GB ആയി, 1 TB ആയി. അങ്ങനെ കൂടി വന്നു. പിന്നെ അത് SSD ആയി. SSD എന്ന് പറയുമ്പോൾ സെയിം സംഭവം തന്നെ. മറ്റേത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിസ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു മെറ്റൽ ഡിസ്കിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മുടെ VCD ഒക്കെ കണ്ടിട്ടില്ലേ, ഒരു ഇത് ബട്ടൺ വന്നിട്ട് അതിൻ്റെ റീഡർ വന്ന് മണ്ടയിലിരുന്ന് കറങ്ങി റീഡാവുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ കറങ്ങുന്നത് റീഡാവുന്നതൊക്കെ നല്ല ലാഗ് വരും കമ്പ്യൂട്ടറിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ SSD എന്ന് പറയുമ്പോഴത്തേന് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSD വന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക് അല്ല, അതിന് പകരം ചിപ്പ് ആ ഡിസ്കിൻ്റെ ഷേപ്പിൽ അതിനകത്ത് ചിപ്പ് വെച്ച് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഒരു വെയിറ്റും കാണില്ല. തറ വീണാലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. ആ ഡിസ്കൊക്കെ എന്ന് പറഞ്ഞാൽ തറ വീണ അപ്പോഴേ പോയി, പിന്നെ നോക്കണ്ട. കാരണം ആ ഡിസ്കിന് എന്തെങ്കിലും ഇത് പറ്റുമോ അല്ലെങ്കിൽ അതിൻ്റെ റീഡർ ചെറുതായിട്ടൊന്നും ഇതായി കഴിഞ്ഞാൽ പന്നലാകുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സാധനമാണ് NVMe എന്ന് പറയുന്നത്. NVMe എന്ന് പറയുന്നത് റാം പോലെ ഇത്രയുള്ളൊരു ചിപ്പാണ്. അത് നമ്മളെ എത്ര ലാപ്ടോപ്പിൻ്റെ ഒക്കെ തിക്നെസ് കുറഞ്ഞ ലാപ്ടോപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതുമല്ല SSD-യെക്കാട്ടിലും ഫാസ്റ്റാണ്. കാരണം റാം പോലുള്ളൊരു ചെറിയൊരു സ്ലോട്ടിൽ ഇതിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതാണ് NVMe. അപ്പോൾ ഇത് NVMe ആണ് വരുന്നത് 512. അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് ടോപ്പ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിംഗ് ആണ് വരുന്നത്, കാണാമല്ലോ അല്ലേ. അപ്പോൾ അതിനകത്ത് ലാപ്ടോപ്പ് 15 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്. ബോക്സിനകത്ത് ഫസ്റ്റ് വരുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ വേറെ എന്തെങ്കിലും വരുമെന്ന് ചോദിക്കും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓപ്പൺ ചെയ്യുന്ന ലാപ്ടോപ്പാണ് വരുന്നത്. പിന്നെ അസൂസിൻ്റെ ബുക്ക്ലെറ്റ് ഉണ്ട്. ബട്ട് ദിസ് അറബിക്കാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആരോടെങ്കിലും ചോദിക്കാം. പിന്നെ യൂസർ ഗൈഡ് ഇൻ ഇംഗ്ലീഷ്, യൂസർ ഗൈഡ് ഇൻ അറബിക്. അപ്പം ഇതിൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേനും USB 3.2 ഒരു പോർട്ട് വരുന്നുണ്ട്. അപ്പം ഫാസ്റ്റസ്റ്റ് പോർട്ട് ഒരെണ്ണവും 3.2 അതിലും ഫാസ്റ്റാണ്. അത് 2 ഉണ്ട്. പിന്നെ ടൈപ്പ് C ഒരെണ്ണമുണ്ട്. പിന്നെന്താണ്, ലാൻ പോർട്ടുണ്ട്, HDMI ഔട്ട്പുട്ട് ഉണ്ട്, ഹെഡ്ഫോണ്, പിന്നെ മൈക്കുണ്ട്. സാധാരണ ഇപ്പോൾ എല്ലാ ലാപ്ടോപ്പിലും ഈ
ഹെഡ്ഫോണും മൈക്കൊന്നും വരുന്നില്ല. പോർട്ട് ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് അത് വരുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ ബ്ലാ 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 നല്ലൊരു ലോഗോ വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഫേമസ് ബ്രാൻഡാണ് ടഫ്. ഓക്കെ, പിന്നെ ഇതും ഇംഗ്ലീഷും അറബിക്കും കൂടെ ചേർന്നിട്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ സീരിയൽ നമ്പറും വാറൻറ്റി ഇൻഫർമേഷനും ഒക്കെയാണ്. അപ്പോൾ ഈ 3 ബുക്ക്ലെറ്റ്, പിന്നെ ഒരു പേപ്പർ, പിന്നെ എന്താണ് പാക്കിംഗ് ഒക്കെ സെറ്റപ്പ് ആട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കോഡ് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ബോക്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഭയങ്കര വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും. എന്താ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നമുക്ക് തിരിച്ചതുപോലെ തന്നെ എഴുതി വെക്കാം. നമുക്ക് ലാപ്ടോപ്പ്, പിന്നെ അതിൻ്റെ ചാർജർ. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ബില്ല് ഇതിനകത്തിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വാറൻറ്റി ക്ലെയിം ചെയ്യുമ്പോഴത്തേന് പണി കിട്ടാനും കിട്ടാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ജെറിയിൽ നിന്നാണ്. ആൾമോസ്റ്റ് ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ് ഫുള്ള് ജെറിയിൽ നിന്നാണ് മേടിക്കുന്നത്. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ജെറിയർ ആണ് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ ബെസ്റ്റ്. കാരണം നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. അപ്പം ബോക്സ് ഒരു സൈഡിലോട്ട് പോട്ടെ. നമുക്ക് ലാപ്ടോപ്പ് പതുക്കെ വഴിയിലോട്ടെടുക്കാം. ഇതാണ് ലാപ്ടോപ്പ്. ഞാനും കണ്ടില്ല കേട്ടോ, ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. കാണാൻ രസമുണ്ട്. ഇവിടെ ടഫിൻ്റെ ഒരു ലോഗോ ഉണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യാം. ഡിസ്പ്ലേ നല്ല സ്ലിം ആണ്. ആൻഡ് ഇതാണ് സാധനം. ഹിയർ കംസ് അവർ ഹീറോ. തണ്ടർബോൾട്ട് പോർട്ട് 2 ഉണ്ട്, USB ഉണ്ട്, പവർ ഉണ്ട്, HDMI ഉണ്ട്. സൈഡിൽ പിന്നെ മൈക്കും ഇതും കൂടെ എന്താ പറയുക, ഹെഡ്ഫോൺ, ഇപ്പുറത്ത് ഒരു പോർട്ട്. അപ്പോൾ 2 USB 3.1ഉം 3.2ഉം ഓരോ പോർട്ടുകളും. പിന്നെ സി ടൈപ്പ് തണ്ടർബോൾട്ടാണ് കേട്ടോ. തണ്ടർബോൾട്ട് എന്ന് പറയുമ്പോൾ മാക്കിലൊക്കെ വരുന്നത് നല്ല സ്പീഡാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുമ്പോൾ i7 ആണ്. ഓൾറെഡി ഐ ഇൻഫോം യു അല്ലേ, ഇൻഫോം അല്ല, ഐ ടോൾഡ് യു. 2-way നോയിസ് ക്യാൻസലേഷൻ 4000 DDR5 ആണ് കേട്ടോ. അത് കുറച്ചും കൂടെ ബെറ്ററാണ്. DDR4 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 144 Hz ഡിസ്പ്ലേ ആണ്. സാധാരണ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ 140 വരാറില്ല, 70 Hz ഒക്കെയാണ് വരുന്നത്. അപ്പം ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം. ചാർജ് ഉണ്ടോ എന്ന് ഐ ഡോണ്ട് നോ. ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഓണാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. ഫസ്റ്റ് ബൂട്ടാണ്. ഇവിടെ നല്ല ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഓണായില്ല, ഓണായി വരുന്നുണ്ട്. ശ്വാസം വിടുന്നുണ്ട്. ഇത്രയും ലോഡാകുന്നുണ്ടൊന്നും പേടിക്കേണ്ട. ഫസ്റ്റ് ബൂട്ടാണ്. പേടിക്കല്ല, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം ഇത്ര സ്പീഡുള്ള ലാപ്പാന്ന് പറഞ്ഞിട്ട് ഓണാവുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഫസ്റ്റ് ബൂട്ട് നടക്കുന്നേ ഉള്ളൂ. Enough is enough. I'll take a face full of pavement just to make a statement. I know there's ഇതിൻ്റെ കളറൊക്കെ നമുക്ക് വൈറ്റ് ആണ്. നമുക്കത് പല കളറാക്കി മാറ്റാം. വരുന്നുണ്ട്. വിൻഡോസ് US കൊടുക്കാം. മൗസൊക്കെ നല്ലൊരു രസമുണ്ട് കേട്ടോ. കൺട്രി US കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇസ് ദ റൈറ്റ് കൺട്രി ഓഫ് റീജിയൻ. നമ്മളിപ്പോൾ സൗദി അറേബ്യയിലാണ്. പക്ഷേ സൗദി അറേബ്യ കൊടുത്തു കഴിഞ്ഞാൽ അറബിക്ക് ഫുള്ള് ലാംഗ്വേജ് മാറുമോ എന്നറിയില്ല. എന്തായാലും കൊടുത്തു നോക്കാം. സൗദി അറേബ്യ എന്താണ് നോക്കട്ടെ. ഇംഗ്ലീഷ്, ഇന്ത്യ, US. സെയിമല്ല, US-ഉം UK ആണ് പ്രശ്നം വരുന്നത്. US കുഴപ്പമില്ല. UK-യുടെ @
അവിടെ സെക്കൻഡ് കീബോർഡ് ലേഔട്ട് അത്യാവശ്യമാണ്. നമുക്ക് അറബിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അറബിക്ക് കുവൈറ്റ് ഉണ്ട്, അറബിക്ക് ഇറാഖ്, ഈജിപ്റ്റ്, ബഹ്റൈൻ, അറബിക്ക് സൗദി അറേബ്യ. ഓക്കെ ഫൈൻ. Which keyboard layout or input method would you like to use? അതെനിക്ക് അറിയില്ല, ഇത് എന്നെ കൊടുത്തു നോക്കാം. അപ്പം ഇതായിട്ട് കണക്ട് ചെയ്യാണ്, വൈഫൈ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. വെറുതെ എന്തിനാ ബോറടിപ്പിക്കുന്നത്, നല്ല ടൈം എടുക്കും സെറ്റപ്പൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കണം. ലാപ്ടോപ്പ് ഓണായിട്ടുണ്ട്, പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞ്. നമ്മൾ ഇവിടെ പഴയ ലാപ്ടോപ്പിന് ആപ്ലിക്കേഷനും ഡേറ്റയൊക്കെ ഇതിലോട്ട് കയറ്റണം. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ വലിയ ഇതൊന്നുമില്ല, പിന്നെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു RGB എഫക്റ്റ് നിങ്ങൾ കാണാമെന്ന് അറിയുന്നത് നല്ല കണ്ടില്ല. നമ്മൾ ഏത് വാൾപേപ്പർ ഇട്ടാലും ഇങ്ങനെ വാൾപേപ്പർ സ്ക്രീനിൽ കളർ മാറിക്കൊണ്ടിരിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ മാത്രം കളറാക്കാം, ഫുള്ളായിട്ട് RGB ആക്കാം. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് കീബോർഡ് വരുന്നത് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ, RGB ഇല്ല ലൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓഫാക്കി ഇടാം. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യാം. ഇത് മാക്സിമം ബ്രൈറ്റ്നസ്, പിന്നെ ഇത് ലാസ്റ്റ്. പിന്നെ വോളിയം റോക്കേഴ്സ് അപ്പ് ഡൗൺ, പിന്നെ മ്യൂട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആപ്പാണെന്ന് പറഞ്ഞാൽ നമ്മൾ GPUൻ്റെ ഒക്കെ പിന്നെ ഫാനിൻ്റെ ഒക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഡയറക്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ ഓപ്പണായി വരും. അപ്പം നമ്മുടെ GPUൻ്റെ അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡിലാണ് ഇട്ടേക്കുന്നത് GPU. അത് നമുക്ക് ഗെയിമൊക്കെ ചെയ്യുമ്പോഴത്തേന് അൾട്ടിമേറ്റിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോഴത്തേന് പെർഫോമൻസ് ഭയങ്കരമായിട്ട് മാറും, പക്ഷേ ബാറ്ററി ബാക്കപ്പ് കുറയും. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ലാപ്ടോപ്പ്, നല്ലൊരു ലാപ്ടോപ്പാണ്. അതുപോലെ നല്ലൊരു റേറ്റ് കിട്ടി, നമുക്ക് ഓഫർ റേറ്റിലാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ്ട് ഇത് 144 ഹെർട്സ് അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ ആണ്, IPS ഡിസ്പ്ലേ ആണ്, HD ആണ് വരുന്നത്. പിന്നെ GPU വരുന്നത് മക്സ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്, എന്താ എനിക്കറിയില്ല. പിന്നെ ടൈപ്പ് സിയുടെ ഇത് ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇത് ഇപ്പം എന്നാ പറയുക, അഡാപ്റ്റർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ടൈപ്പ് സി കുത്തി ഇത് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് വോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട് നമുക്ക് മൈക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ DDR5 ആണ് വരുന്നത് റാം, അപ്പോൾ അത് സ്പീഡ് കൂടുതലാണ്. പിന്നെ വരുന്നത് ബ്ലേഡ്, ഫാൻ ബ്ലേഡ് 84 ബ്ലേഡ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. അപ്പം ഫാന് പോകാനായിട്ട് 4 ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 വെൻറ്റിലേഷനുണ്ട്. അപ്പം ഈ ഫാനിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ സൗണ്ട് നമ്മൾ അറിയാൻ പോലും ഇല്ല. അതുപോലെ തന്നെ കീബോർഡ് ഞെക്കുമ്പോൾ സൗണ്ട് എൻ്റെ പഴയ ലാപ്ടോപ്പ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഓരോ കീ ഞെക്കുമ്പോൾ. ഇത് അറിയാൻ പോലും ഇല്ല, ഫെദർ ടച്ച് പോലെയാണ്, സൗണ്ടേ ഇല്ല കീബോർഡ് ഞെക്കുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ HDMI പോർട്ടുണ്ടല്ലോ. പിന്നെ Wi-Fi 6 ആണ്, അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. Wi-Fi 6 എന്ന് പറയുമ്പം അതിൻ്റെ വേർഷനാണ്, കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റ് കണക്ടിവിറ്റി കിട്ടും. പിന്നെ ഡോൾബി ആറ്റം സ്പീക്കർ ഒരു രക്ഷയില്ലാത്ത സ്പീക്കറാണ്. പിന്നെ NVIDIA ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, മറ്റേ ഗ്രാഫിക് കാർഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത്. അതിപ്പം ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം സൈലൻ്റ് ആക്കുമ്പോഴത്തേന് നമുക്ക് നോർമൽ എന്ന് പറയുമ്പോൾ അധികം യൂസ് ഇല്ലാതെ ബാറ്ററി ബാക്കപ്പ് കൂടുതലിട്ട്, പിന്നെ പെർഫോമൻസ്, പിന്നെ വരുന്നത് ടെർബോ ആണ്. പിന്നെ മാനുവലി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്ടില്ല. നമുക്ക് മാനുവലി ഏതൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇത് തന്നെ മാറ്റാൻ പറ്റും. GPU സ്റ്റാറ്റസ് എല്ലാം നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ലാപ്ടോപ്പിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആൻഡ് ചെറിയൊരു റിവ്യൂ. അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പാണ്, നമുക്ക് മാക്സിമം നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ വരുന്ന ഒരു സംഭവമാണ്. കാരണം ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ എമൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു ലാപ്ടോപ്പ് നമ്മൾ തപ്പി നടന്നിട്ട് എനിക്ക് ജസ്റ്റ് ഓഫർ കിട്ടിയതാണ്. ഇതിൻ്റെ ആക്ച്വൽ വില
1.25 ലക്ഷം രൂപയാണ്. പക്ഷേ എനിക്ക് അത്ര ആയിട്ടില്ല. അത് നല്ല ഓഫർ കിട്ടി, അങ്ങനെ എടുത്ത ലാപ്ടോപ്പാണിത്. കണ്ടില്ലേ, 12th Gen i7 ആണ് വരുന്നത്. NVIDIA GeForceൻ്റെ 4GB ഗ്രാഫിക് കാർഡ് വരുന്നുണ്ട്. പിന്നെ റാം 8GB വരുന്നുണ്ട്. പിന്നെ 4GB വിർച്വൽ റാമും വരുന്നുണ്ട്. അങ്ങനെ 12GB ഉണ്ട് ടോട്ടൽ. പിന്നെ സ്റ്റോറേജ് 512 ആണ്. അപ്പം 475 നമുക്ക് NVMe കാർഡ് കിട്ടുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പം. റിവ്യൂ അല്ല, ഒരു അൺബോക്സിങ് ആൻഡ് ചെറിയൊരു റിവ്യൂ. കൂടുതലായിട്ട് റിവ്യൂ ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇത് യൂസ്ഡ് ആവണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ സ്പെക്കാണ്, എങ്ങനെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴോ എങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ആസ് ഐ സെഡ് ബിഫോർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ.